എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ഞാൻ പവർജീൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചെയർമാനാണ്. ഞങ്ങൾ പവർജീൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ 1000-ഓളം എംപാനൽ വെണ്ടേഴ്സിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ്. അത് എറണാകുളം ജില്ലയിൽ ഞങ്ങൾ 1ാം സ്ഥാനത്ത്, ഏറ്റവും കൂടുതൽ ഇൻസ്റ്റലേഷൻ എറണാകുളം ജില്ലയിൽ ചെയ്തിരിക്കുന്നത് ഞങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ എംപാനൽഡ് വെണ്ടേഴ്സിന് ഒരു അസോസിയേഷനുണ്ട്, മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ആ സംഘടന കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സ്ഥാപിച്ചതും അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. അതിനുശേഷം ഞാൻ കൂടുതൽ ബിസിനസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് ബിസിനസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുതുമയായ ഒരു ഷോറൂമും അതുപോലെ എക്സ്പീരിയൻസ് സെൻറ്ററും ഒക്കെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ആ സ്ഥാപനം ഞങ്ങൾ കുമ്പളത്തേക്ക് പുതിയ ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഇനാഗുറേഷൻ 2-ാം തീയതി ആയിരുന്നു, ജനുവരി 2-ാം തീയതി ആയിരുന്നു നടത്തിയത്. നമ്മളൊരു സോളാർ വയ്ക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ ഇട്ടുന്നതിനേക്കാളോ SIP ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ലാൻഡ് ഇൻവെസ്റ്റ് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ ലാഭകരമായിട്ട് പോലും ജനങ്ങളിലേക്ക് വരാത്തതിൻ്റെ പ്രധാന കാരണം അവരുടെ കയ്യിൽ സർപ്ലസ് ഫണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജനകീയമാകാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ധാരാളം ബാങ്കുകൾ ഇതിന് തയ്യാറെടുത്ത് വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിപ്ലവകരമായ ഒരു ആശയം നടപ്പിലാക്കി അത് കൊണ്ടുവന്നത് തൃപ്പൂണിത്തുറ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. അവരാണ് ആദ്യമായിട്ട് സോളാർ ഇൻസ്റ്റലേഷൻ ലോൺ കൊടുക്കുക. അതുവരെ സോളാർ ഇൻസ്റ്റലേഷൻ ഒരു സെക്യൂർഡ് ലോൺ അല്ലാത്തത് കൊണ്ട് ആരും ഇതിന് തയ്യാറായിരുന്നില്ല. അപ്പോൾ ഒരു 4 വർഷം മുമ്പ് തന്നെ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് തയ്യാറെടുത്ത് വന്നു. ആദ്യം ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അതിൻ്റെ CEO അദ്ദേഹം പറഞ്ഞത് ഒരു ഡിഫോൾട്ട് പോലും ഇല്ലാത്ത ഒരു ലോണാണ് ഈ സോളാർ ലോൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ പോപ്പുലറൈസ് ചെയ്യുന്ന ബാങ്കുകൾ വളരെ ലിബറലായിട്ട്, പ്രത്യേകിച്ചും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നമ്മുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും, ഏതൊരു സാധാരണക്കാരനും കേവലം 5000 രൂപ മാത്രം മുതൽ മുടക്കിക്കൊണ്ട് സോളാർ വയ്ക്കാനും ബാക്കിയുള്ള EMI എന്ന് പറയുന്നത് ഏകദേശം അവരുടെ കറണ്ട് കാശിന് സമമായ പണമാണ് അവർ EMI ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ലാഭകരവുമാണ്. അതുപോലെ വളരെ സിംപ്ലിഫൈ ചെയ്തു ഏതൊരു സാധാരണക്കാരനും ചെയ്യാം ഒക്കുന്ന ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട്. PUCV പാനൽ ചെയ്തിരിക്കുന്നത് MNRE രജിസ്റ്റേർഡ് വെണ്ടേഴ്സിനെല്ലാം അവർ PUCV ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു PUCVയുടെ ഒരു വശം എന്ന് പറയുന്നത് PUCV നേരത്തെ തൃപ്പൂണിത്തുറ ഏരിയയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമുള്ള വെണ്ടേഴ്സാണ് ഇവിടെ PUCV രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അവിടെ ബിസിനസ് കൊണ്ടുവരാകുന്നില്ല. PUCVയുടെ ഞങ്ങളുടെ അനുഭവത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോൺ പ്രോസസ്സും PUCV ആണ്. നമ്മൾ PUCVയിൽ ഒരു പേപ്പേഴ്സ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് സാങ്ഷൻസ് റിപ്പോർട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് മെയിൽ അപ്പം തന്നെ വരുന്നുണ്ട്, നെക്സ്റ്റ് ഡേ നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സാണ്, വളരെ ഈസിയാണ്. അപ്പം ഞങ്ങൾ കണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കണയന്നൂർ താലൂക്കിൽ മാത്രമേ അത് കണയന്നൂർ താലൂക്കിൻ്റെ എല്ലാ പ്രദേശത്തും ചെയ്തിരുന്നുമില്ല. പക്ഷേ ഇപ്പോൾ അത് PUCV കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും സോളാർ ഇൻസ്റ്റാളേഷന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാങ്ക് ഈ KCB വെണ്ടേഴ്സിൽ അല്ലെങ്കിൽ MNRE വെണ്ടേഴ്സിൽ രജിസ്റ്റർ ചെയ്ത വെണ്ടേഴ്സിൽ ഒരു സെപ്പറേഷനൊന്നും നടത്താൻ ഒക്കില്ല. കാരണം അതൊന്നും ഇന്ന ആളുകളെ മാത്രം ചെയ്യണമെന്നുള്ള ക്രൈറ്റീരിയാസോ അങ്ങോട്ട് പ്രത്യേക ക്രൈറ്റീരിയാസൊന്നുമില്ല, ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഈ PUCV രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ വെണ്ടർമാരിൽ ഒരാളാണ് ഞാൻ. തുടങ്ങിയപ്പോൾ തന്നെ ഈ MNRE സ്കീം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്തത് ഞാനാണ് PUCVയിൽ.